ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാമത്തെ T20 നാളെയാണ്. നാളെ ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. രാത്രി 7 മണിക്കാണ് മത്സരം. നാളെ കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പരയിൽ 2-0 മുന്നിലാകാൻ സാധിക്കും. നാളത്തെ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഒരു സർപ്രൈസ് താരം ടീമിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ രണ്ടാം T20യുടെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓപ്പണിംഗിൽ മാറ്റം വരാൻ സാധ്യതയില്ല. സഞ്ജുവും അഭിഷേകും തന്നെയായിരിക്കും നാളെ ഇന്ത്യക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. രണ്ടുപേരും മികച്ച പ്രകടനം കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജു ഒരു ഓവറിൽ 22 റൺസും അതുപോലെ അഭിഷേക് 79 റൺസും അടിച്ചുകൂട്ടി. ഇനി മാറ്റം വരുന്നത് 3-ാം നമ്പറിലാണ്. കഴിഞ്ഞ പ്രാവശ്യം സൂര്യകുമാറാണ് 3-ാം നമ്പറിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ താരം ഡെക്കിൽ പുറത്തായി. അതുകൊണ്ട് സൂര്യ പഴയതുപോലെ 4-ാം നമ്പറിലേക്ക് ഇറങ്ങി കളിക്കും. 3-ാം നമ്പറിൽ തിലക് വർമ്മയ്ക്ക് അവസരം കൊടുക്കും. തിലക് 3-ാം നമ്പറിൽ കളിച്ചപ്പോൾ അടുപ്പിച്ച് 2 സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു. ഇനി 5-ാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയും ഫിനിഷറായിട്ട് റിങ്കു സിംഗും ടീമിലുണ്ടായിരിക്കും. 7-ാം സ്ഥാനത്ത് നിതീഷ് ആയിരിക്കും കളിക്കാൻ പോകുന്നത്. അതുപോലെ 8-ാം നമ്പറിൽ അക്സർ പട്ടേലും ഉണ്ടായിരിക്കും. മികച്ചൊരു ബാറ്റിംഗ് നിര ഇന്ത്യക്കുണ്ട്. ബാറ്റിംഗിൽ ഇനി കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കില്ല. മാറ്റം വരുന്നത് ബൗളിംഗിലായിരിക്കും. ഇന്ത്യയുടെ സൂപ്പർ പേസർ മുഹമ്മദ് ഷമി തിരിച്ചു വരികയാണ്. നാളത്തെ രണ്ടാമത്തെ T20യിൽ ഷമി കളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഷമി വന്നാൽ അത് ഇന്ത്യക്ക് ഗുണകരമാണ്. ഇന്ത്യയുടെ ബൗളിംഗ് കൂടുതൽ ശക്തി പ്രാപിക്കും. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഇന്ത്യ മികച്ച ബൗളിംഗ് കാഴ്ചവെച്ചിരുന്നു. ഷമി കൂടി വന്നാൽ പിന്നെ ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. ഇംഗ്ലണ്ട് നാണം കെടുമെന്നത് ഉറപ്പാണ്. അപ്പോൾ നാളത്തെ ഇന്ത്യയുടെ പ്ലേയിങ്ങിൽ നോക്കാം. അഭിഷേക്, സഞ്ജു, സൂര്യ, തിലക്, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, ഹർഷദീപ് സിംഗ്, ഷമി, വരുൺ ചക്രവർത്തി. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. അപ്പോൾ നമുക്ക് നാളത്തെ T20ക്ക് വേണ്ടി കാത്തിരിക്കാം. നാളെ സഞ്ജു സെഞ്ചുറി അടിക്കാനും സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഓവറിൽ സഞ്ജു 22 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. സഞ്ജുവിന് മികച്ച സ്റ്റാർട്ടിങ് കിട്ടിയതായിരുന്നു. പിന്നീട് സഞ്ജു ഔട്ടായി മടങ്ങി. അപ്പോൾ സഞ്ജുവിന്റെ അടുത്ത വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.